അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എംഎസ് വോയിസിന്റെ ഖത്തമുൽ ഖുർആൻ മജ്ലിസിലൂടെ ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാഖവി ഉസ്താദിന്റെ കൂടെ ഖത്തം ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യ റമളാനിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദിവസവും അല്പം ഖുർആൻ ഓതി ഖത്തം തീർക്കാൻ വേണ്ടി നാം തുടങ്ങിവെച്ച ഈ മഹത്തായ മജ്ലിസ് ഏകദേശം 1740 ദിവസം അഥവാ 4.5 കൊല്ലം പിന്നിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നാം ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ 6ാമത്തെ ഖത്മ് നാം ഖത്മ് തുടങ്ങിവെച്ച പരിശുദ്ധ റമളാനിൽ തന്നെ, അഥവാ ഈ റമളാൻ 1 ഈ ഖത്മ് നമുക്ക് വഴങ്ങാം. അന്നു തന്നെ പുതിയ ഖത്മുൽ ഖുർആൻ മജ്ലിസ് തുടങ്ങുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഈ മജ്ലിസിലുള്ള എല്ലാവരും, നിങ്ങളുടെ കുടുംബക്കാർ, അയൽവാസികൾ, മറ്റു സുഹൃത്തുക്കൾ തുടങ്ങിയവരെ പുണ്യ റമളാനിൽ നാം തുടങ്ങാനിരിക്കുന്ന 7ാമത്തെ ഖത്മുൽ ഖുർആൻ മജ്ലിസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം. ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം. റബ്ബ് തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. فلما جاءهم بالبينات قالوا هذا سحر مبين. ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم. تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين
يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നു പിന്നെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനുമായി ധാരാളം ബന്ധപ്പെടുവാനും ഖുർആൻ ഒരുപാട് ഓതുവാനും ഖത്മ തീർക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് റമദാൻ 1 നമ്മൾ ഖത്മ് വഴങ്ങാനും ഖത്മ് അടുത്തത് തുടങ്ങാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ഒരു ഏട് ഖുർആൻ മാത്രമേ ഓതിയിട്ടുള്ളൂ. കാരണം റമദാൻ 30 നമ്മൾ വഴങ്ങാൻ വേണ്ടി ആ രീതിയിൽ കണക്കാക്കിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇനി ഖുർആൻ പാരായണം ഉണ്ടാവുക. ആയതുകൊണ്ട് ഓതാൻ വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്നൊക്കെ ഓതി റമദാനിന് മുമ്പ് ഖത്മ് പൂർത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പരമാവധി ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലണം. പരിശുദ്ധമായ ശഅബാൻ മാസം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സ്വലാത്തിൻ്റെ മാസമാണ്. മുത്തുനബി തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ രാജ്യം വീണ്ടും ഒരു റിപ്പബ്ലിക് വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണല്ലോ. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രത്യേക ഭരണഘടനയോ നിയമസംഹിതയോ നമുക്കുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് നിയമമനുസരിച്ചാണ് ഓഗസ്റ്റിൽ ഭരണം കിട്ടിയിട്ടും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മൾ കുറച്ചു കാലം ഈ രാജ്യം ഭരിച്ചത് ബ്രിട്ടീഷിൻ്റെ നിയമപ്രകാരമാണ്. പിന്നീട് ജനുവരി 26 നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വരികയും ആ ഭരണഘടന എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അതിനുശേഷമാണ് ഇന്ത്യയുടെ ഒരു നിയമം, ഭരണഘടന അനുസരിച്ചുള്ള നിയമസംഹിത നിലവിൽ വരുന്നതും പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചാണ് ഈ രാജ്യം നിലനിൽക്കേണ്ടതും ഈ രാജ്യത്തെ ആളുകൾ ഭരിക്കേണ്ടതും രാജ്യത്തെ ആളുകൾ ജീവിക്കേണ്ടതും. അപ്പോൾ റിപ്പബ്ലിക് ഡേ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ജനുവരി 26 കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ മതക്കാർക്കും അവരുടെ മതനിയമം അനുസരിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പ്രയാസപ്പെടുത്താതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നമുക്ക് നമ്മുടെ ഭരണഘടനയിലൂടെ നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് മുൻഗാമികൾ അഥവാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുണ്ടായിരുന്ന ഐക്യം തകർത്തിരുന്നതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലടിപ്പിച്ച് അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി, ഭീകരതയുണ്ടാക്കി, മതതീവ്രവാദമുണ്ടാക്കി, അങ്ങനെ പരസ്പരം ഭിന്നിച്ച് കലഹിച്ച് നമ്മൾ പരസ്പരം കലഹിക്കുന്ന സമയത്ത് അവർ കയറി നമ്മളെ കീഴടക്കുന്ന സാഹചര്യമാണ് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കുറച്ചു കാലം നല്ല നിലക്ക് ഇന്ത്യയുടെ ഭരണം മുന്നോട്ട് പോയി. അതിനിടയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവ് വെടിയേറ്റ് മരിക്കുകയുണ്ടായി.
അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ മറുഭാഗത്തുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യം കാണുന്ന രീതിയിൽ അത്ര കണ്ട് ഈ രാജ്യം അധപ്പതിക്കുമെന്ന് നമ്മൾ ആരും കരുതിയിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നതും വലിയ അധപ്പതനത്തിലേക്കാണ്. മനുഷ്യനെ മൃഗത്തിൻ്റെ പോലും വില വെക്കാതെ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുക, അതുപോലെ തന്നെ ചാണകം കഴിപ്പിക്കുക, മൂത്രം കുടിപ്പിക്കുക, പശുവിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുക, ഇങ്ങനെ തുടങ്ങി അവരുടെ വീടുകൾ, ഭവനങ്ങൾ, പള്ളികൾ, ദ്വാരങ്ങൾ, അതുപോലെ തന്നെ ചർച്ചുകൾ, അതുപോലെ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ, അത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഇല്ല, ദളിതർ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ആക്രമിച്ചുകൊണ്ടും കൊലപ്പെടുത്തിക്കൊണ്ടും വീടുകൾ നശിപ്പിച്ചുകൊണ്ടുമൊക്കെ ഈ രാജ്യത്ത് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ, മിനിഞ്ഞാന്ന് അത് ഗുജറാത്തിലായിരുന്നു, ഇന്നലെ അത് ഡൽഹിയിലേക്ക് മാറി, ഇന്ന് അത് ഉത്തർപ്രദേശിലും അതുപോലെ ഒഡീഷയിലുമൊക്കെയാണ്, നാളെ അത് കൊച്ചു കേരളത്തിലുമായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകണം. ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. സുരക്ഷിതത്വം ഈ കരങ്ങളിൽ എന്ന മുദ്രാവാക്യവുമായി കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 10,000-ൽ പരം വരുന്ന മദ്രസകളിൽ ഇന്ന് ബാല ഇന്ത്യ കുട്ടികളെ നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭൂപടം വരച്ചുകൊണ്ട് ശപഥം ചെയ്യിക്കുകയാണ്, പ്രതിജ്ഞ ചെയ്യിക്കുകയാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സൗഹാർദ്ദത്തിനും മതേതരത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു ഭരണകൂടം ഈ രാജ്യത്ത് നിലവിൽ വന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് സമാധാനമുണ്ടാകൂ. മനുഷ്യനെ മനുഷ്യനായി കാണുവാനും അയൽവാസി, അത് ഹിന്ദു ആവട്ടെ മുസൽമാനാവട്ടെ ആരുമാണെങ്കിലും അവനോട് സ്നേഹത്തോടും കടപ്പാടോടും കൂടി പെരുമാറുന്ന ഒരു സ്വഭാവം നമ്മിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മിലേക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം അത് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അമ്പലങ്ങൾ വേണം ഇവിടെ, ക്രിസ്ത്യൻ പള്ളികൾ വേണം ഇവിടെ, ചർച്ചുകൾ വേണം ഇവിടെ, അതുപോലെ തന്നെ മതമില്ലാത്തവനോട് ജീവിക്കണം, മതമുള്ളവനും ജീവിക്കണം. മതമുള്ളവനാണെങ്കിലും മതനിയമാനുസരിച്ച് ജീവിക്കാത്തവനും ജീവിക്കണം. എല്ലാ രീതിയിലുള്ള ആളുകളും ഈ രാജ്യത്ത് ഉണ്ടാകണം. ഇതാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും പോലെ അയ്യപ്പനും വാവരും പോലെ ഇങ്ങനെ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സമുദായമാണ് നമുക്ക് വേണ്ടത്. ഈ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് നിലവിൽ വരട്ടെ, നിലവിൽ വരുമെന്ന പ്രത്യാശയോടെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ രാജ്യത്തിൻ്റെ വിപ്ലവകരമായ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുവദ്ദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لك الحمد يا رب يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة وبركة باهية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح السادات البدريين رضوان الله تعالى عنهم أجمعين اللهم شفعهم فينا يا أرحم الراحمين اللهم بلغهم منا السلام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين آمين برحمتك آمين. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم إلى أرواح جميع الأنبياء والمرسلين. اللهم إلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم. اللهم إلى أرواح صالحين وصديقين والشهداء وأولياء الله تعالى كلهم أجمعين. اللهم زد لهم شرفا لا شرفهم وفضلنا لا فضلهم وكرامة تليق بها لا درجاتهم يا رب العالمين. اللهم بحقهم وبجاههم اللهم سلمنا وسلم أهلنا في الدارين وبحقوق هؤلاء الشرفاء العظماء المذكورين. اللهم إلى أرواح من ماتوا من آبائنا وأمهاتنا وإلى أرواح من ماتوا من أهلنا من أقاربنا وإلى أرواح من ماتوا في بلدنا. اللهم إلى أرواح من ماتوا منا. اللهم إلى أرواح جميع المسلمين والمسلمات والمؤمنين والمؤمنات. اللهم أنس وعشتهم وآمن دوءتهم ونفس غربتهم ونفر محلتهم وارفع درجتهم. اللهم تقبل حسناتهم وتجاوز عن سيئاتهم واجمع بيننا وبينهم في دار جنتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم انصر المسلمين في كل مكان يا رب العالمين. اللهم أحينا الكتاب والسنة وأمتنا مع الإيمان والتوبة يا ذا الجلال والإكرام. اللهم يسر يسيرنا وسكر أمورنا وقضي حاجاتنا وحاجة من أوصانا واشف أمراضنا وأمراض مرضانا وأمراض من أطعمنا وأمراض من عاننا وأمراض من أوصانا بالدعاء نفسية وقلبية ظاهرية وباطنية واشفيا شافيا كافيا معافيا رب العالمين.
وبحقوق هؤلاء الشرفاء العظماء المذكورين പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനുറഹീമായ അല്ലാഹ് ഞങ്ങളോട് ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ നീ കബൂലാക്കണേ അല്ലാഹ്. അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിന്റെ ഒക്കെ സവാബിന് അല്ലാഹു എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിന്റെ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ അഹ്ലു ബൈത്തിന്റെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ത്വാബീങ്ങൾ താബീങ്ങളുടെ അസ്ഹാബുൽ മദരീങ്ങൾ ഹുദീങ്ങൾ എല്ലാ സഹാബത്തെ ഖിറാമിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നിന്റെ റിള ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നിന്റെ മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നിരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവർ മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഉമ്മയുടെ കൂട്ടുകുടുംബാദികളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിലൊക്കെ ഹദിയ അയച്ച് തന്നുകൊണ്ട് അവരുടെ ആണ്ട് ദിവസങ്ങളൊക്കെ വരുന്ന സമയങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ 7-40 ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഖബറൊക്കെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ മഹ്ദ് ഫദ്ലും കൊണ്ട് അല്ലാഹ് ആരൊക്കെ മരണപ്പെട്ടു അവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഖത്ം ഓതി അവരുടെ ഖബറിടത്തിലേക്ക് വഴങ്ങണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയോ റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടുമ്പോ ഞങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഖത്ം ഓതി ദുആ ചെയ്യുന്ന കുടുംബങ്ങളെ സന്താനങ്ങളെ കൂട്ടുകുടുംബാദികളൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. സാമ്പത്തിക മാനസിക ശാരീരിക പ്രയാസങ്ങൾ അടങ്ങേറുകളിൽ നിന്നൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല റഹ്മാന്. അല്ലാഹുവെ വിവാഹമൊക്കെ ഉറപ്പിച്ച മക്കളുണ്ട്. എങ്ങനെ മക്കളെ വിവാഹം ചെയ്തയക്കുമെന്ന് കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ വിവാഹം റാഹത്തായ രീതിയിൽ നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലാ. വിവാഹം ആലോചിക്കുന്ന ഭാര്യയെ അന്വേഷിക്കുന്ന ഭർത്താവിനെ അന്വേഷിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബേ. സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീനുള്ളവരെ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ പേരക്കുട്ടികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും ഞങ്ങളുടെ മാതാപിതാക്കളെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ദീനുള്ളവരാക്കണേ അല്ലാ. നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായി കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയിൽ ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ ജോലിയൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, സ്വദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറിന്റെ സലാമത്തിന്റെ റാഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വഴികളൊക്കെ നീ തുറന്നു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പഠന വൈകല്യമുള്ള മക്കളുണ്ട് റബ്ബേ. നാഫിയായ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അനുസരണയില്ലാത്ത മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹുവേ അനുസരണ നൽകണേ അല്ലാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുണ്ട്. ഉമ്മയോടും ഉപ്പയോടും കയർത്ത് സംസാരിക്കുന്നത് ദേഷ്യപ്പെടുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ സലാമത്തും രക്ഷയും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജൂ ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ
സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ, മരണം നന്നാക്കി തരണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين آمين. تقبل الله. اوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.